ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം അവിടെ ഉണ്ടായിട്ടുള്ള കാഷ്വാലിറ്റികൾ എന്താണ് എന്നത് സംബന്ധിച്ചൊരു ധാരണ ഇതിനോടകം നമുക്കുണ്ട്. ഇപ്പോൾ സ്പോട്ടിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, കർണാടക റവന്യൂ മന്ത്രിയുടെ ട്വീറ്റ് ലോറി കണ്ടെത്തിയെന്ന് കൃത്യമായി പറയുന്നു അദ്ദേഹം. ഔദ്യോഗിക സ്ഥിരീകരണമായി തന്നെ നമുക്ക് കാണാമോ? എന്താണ് അവിടെ ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും രേണുക, അത് തന്നെയാണ് ഔദ്യോഗിക സ്ഥിരീകരണം. എന്തായാലും ആ കരയിൽ ലോറിയില്ല എന്നത് അദ്ദേഹം തന്നെയാണ് സ്ഥിരീകരിച്ചത്. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ ഇന്ന് നൽകിയ വാർത്ത, അതായത് 2 മണിക്ക് മുൻപ് തന്നെ ആ വാർത്ത നമ്മൾ 2 മണിയോടുകൂടി നമ്മൾ ആ വാർത്ത കൊടുക്കുന്നു. അതിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ലോറി ഇവിടെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല, ഇത്തരത്തിൽ ആ ലോറി ഇപ്പോൾ പുറത്തേക്ക് എടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. അതിനുള്ള ശ്രമം ആരംഭിച്ചു എന്നും ആ ട്വീറ്റിൽ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വാർത്ത ശരിവെക്കുന്ന രീതിയിൽ ഔദ്യോഗിക സ്ഥിരീകരണം തന്നെ ഇപ്പോൾ വന്നിരിക്കുന്നു. രേണുക, ആ ലോറിയുടെ ഈ മരത്തിന് കെട്ടിയിരുന്ന കയറും മറ്റു വസ്തുക്കളും ഒക്കെ അവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്നും നമ്മുടെ മാധ്യമപ്രവർത്തകരെ എല്ലാം താഴോട്ടേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പ്രധാനമായും ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത്. പ്രത്യേകിച്ച് ഈ ലോറി അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന് ഏതാനും മീറ്റർ മാറിയാണ് നമ്മൾ നിന്നിരുന്നത്. ആ ഭാഗത്ത് മലയിൽ ഇപ്പോഴും വലിയ അപകടാവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ വന്നതിനെ തുടർന്നാണ് നമ്മൾ പുറത്തേക്ക് വന്നത്. പക്ഷേ അപ്പോഴേക്കും നമ്മൾ അവിടെ നിന്നുള്ള എല്ലാ ദൃശ്യങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. 9ാം നാൾ നമ്മൾ പ്രതീക്ഷിച്ചതും അത് തന്നെയാണ്. ഇന്ന് ലോറി കണ്ടെത്തുമെന്ന് നമ്മൾ രാവിലെ മുതൽ തന്നെ ആ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു. പക്ഷേ അർജുനെ നമുക്ക് ജീവനോടെ കിട്ടിയില്ല എന്ന ഏറ്റവും വലിയ നിരാശ നമുക്കുണ്ട്. ഏറെ പ്രതീക്ഷയോടെയാണ് ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഉൾപ്പെടെ ആ ഒരു സ്ഥലത്ത് പോകുമ്പോഴും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു, നമുക്ക് അർജുനെ ജീവനോടെ തിരികെ കിട്ടുമെന്ന്. പക്ഷേ അതെല്ലാം മസ്താനത്താക്കി ഇത്തരത്തിൽ വലിയ ഒരു അപകടം. ആ ലോറി ആ ചളിയിൽ പൂണ്ട നിലയിലാണ്. അതിനി പുറത്തേക്ക് എടുക്കണമെങ്കിൽ തന്നെ മണിക്കൂറുകൾ വേണ്ടിവരും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എല്ലാ JCBകളും അവിടെയുള്ള എല്ലാ സന്നാഹങ്ങളും ഇപ്പോൾ അതിനായാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ലോറി മുഴുവനായും പുറത്തേക്കെടുക്കും. ഇനി അറിയേണ്ടത് ആ ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ്. അതല്ല അർജുൻ ആ രാവിലെ സമയത്ത് അവിടെ നിന്നും ചായക്കടയിലേക്കോ മറ്റോ പുറത്തേക്ക് വന്നിട്ടുണ്ടോ, ആ സമയത്താണോ അപകടം നടന്നത്, അതൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അത് അറിയാൻ ആ ലോറി പൂർണ്ണമായും പുറത്തേക്ക് എടുക്കണം. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വളരെ ഒരു സംശയം, വൺ ട്രാക്ക് ഹാസ് ബീൻ ഡെഫിനറ്റ്ലി ലൊക്കേറ്റഡ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അത് അർജുന്റെ തന്നെയെന്ന് നമുക്ക് ഉറപ്പിക്കാമോ? മറ്റേതെങ്കിലും വാഹനങ്ങൾ, ആളുള്ളതോ ഡ്രൈവർ ഉള്ളതോ ഇല്ലാത്തതുമായ വാഹനങ്ങൾ അകപ്പെട്ടിരിക്കാമോ? ഇത് അർജുന്റേതെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം അവിടെ ഒരു ആൾട്ടോ കാർ, അർജുന്റെ ഈ ലോറി, ട്രക്ക്, പിന്നെ ഒരു ഓട്ടോറിക്ഷ, ഇത്രയും വാഹനങ്ങൾ മാത്രം ഉള്ളതായാണ് അവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞത്. മറ്റേതെങ്കിലും ലോറി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ടാങ്കർ ലോറിയാണ്. അത് നമ്മൾ നേരത്തെ വാർത്ത കൊടുത്ത തമിഴ്നാട് നാമക്കൽ സ്വദേശിയുടേതാണ്. അദ്ദേഹം ആ ലോറി അവിടെ നിർത്തി ഇതേ ചായക്കടയിൽ പോകുന്ന സമയത്താണ് അപകടത്തിൽ പെട്ടതും. ആ ലോറിക്ക് മുൻവശത്ത് ഈ മണ്ണിടിഞ്ഞ് വീണെങ്കിലും ആ ലോറി ഈ ഇത്തരത്തിൽ പൊടിയിലേക്കോ മറ്റോ ഒടുക്കിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് വലിയ വലിയ മണ്ണിടിച്ചിൽ നടന്നത് ആ ഹോട്ടൽ നിൽക്കുന്ന ആ പ്രദേശത്താണ് വലിയ മണ്ണിടിച്ചിൽ നടന്നത്. കാരണം ആ ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആ കുടുംബം മുഴുവൻ മണ്ണിനടിയിലേക്ക് അകപ്പെട്ട് മരണമടയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ തന്നെയാണ് ഇപ്പോൾ